ഈ കൊലയാളി തന്റെ 2 പെൺമക്കളെയും സൂപ്പർമാർക്കറ്റിൽ കൊണ്ടുപോയി. എന്നാൽ സാധനങ്ങൾ തിരഞ്ഞെടുക്കുന്ന തിരക്കിലായിരിക്കുമ്പോൾ അവന്റെ മൂത്ത മകൾ വന്ന് ഇളയ സഹോദരിയെ കാണാനില്ലെന്ന് പറഞ്ഞു. ആദ്യം ആൾ കരുതിയത് കുട്ടി തമാശ കാണിക്കുകയും എവിടെയെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്നുമാണ്. എന്നാൽ സൂപ്പർമാർക്കറ്റ് മുഴുവൻ തിരഞ്ഞിട്ടും അവളെ ഒരിടത്തും കാണാഞ്ഞപ്പോൾ അവന്റെ ടെൻഷൻ വർദ്ധിച്ചു. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കോണിൽ മകളുടെ സൈക്കിൾ കണ്ടു. അവനുടൻ തന്നെ റിസപ്ഷനിൽ പോയി പൊതു അറിയിപ്പിലൂടെ കുട്ടിയെ വിളിക്കാൻ സ്റ്റാഫിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വളരെ നേരം പേര് വിളിച്ചിട്ടും പ്രതികരണമൊന്നും ഉണ്ടായില്ല. കുട്ടി ഡ്രസ്സിംഗ് റൂമുകളിൽ ഒളിച്ചിരിക്കുകയായിരിക്കുമെന്ന് സ്റ്റാഫ് ഊഹിച്ചു. അവർ വേഗത്തിൽ അവനെ അവിടേക്ക് കൊണ്ടുപോയി. അവൻ ഓരോ ഡ്രസ്സിംഗ് റൂമും ഭ്രാന്തനെ പോലെ പരിശോധിച്ചു. പക്ഷേ കുട്ടിയുടെ ഒരടയാളവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവൻ CCTV ദൃശ്യങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെട്ടു. റെക്കോർഡിംഗ് 10 മിനിറ്റ് പിന്നോട്ട് വെച്ച് കാണിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അവർ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ കുട്ടിയെ ചില മനുഷ്യക്കടത്തുകാർ തട്ടിക്കൊണ്ടുപോയെന്ന് അവർക്ക് മനസ്സിലായി. അവൻ ക്യാമറയിലെ ചിത്രം സൂം ചെയ്ത ഉടൻ തന്നെ മൊബൈലിൽ കിഡ്നാപ്പറുടെ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. പോകുന്നതിന് മുമ്പ് പോലീസിനെ വിളിക്കരുതെന്ന് അവൻ സ്റ്റാഫിനോട് അഭ്യർത്ഥിച്ചു. അതിനുശേഷം അവൻ തന്റെ ബോസിനെ വിളിച്ച് നഗരത്തിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ ക്രൈം റെക്കോർഡുകളും വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ എന്തെങ്കിലും തുമ്പ് കിട്ടിയേക്കാം. കിഡ്നാപ്പറുടെ ഫോട്ടോ തന്റെ വിശ്വസ്തനായ ഒരു സുഹൃത്തിനും അയച്ചു കൊടുത്തു. അതുവഴി എത്രയും വേഗം അവനെ തിരിച്ചറിയാൻ കഴിയും. മൂത്ത മകളുടെ സുരക്ഷയ്ക്കായി അവളെ ഉടൻ തന്നെ തന്റെ മുൻ ഭാര്യയുടെ വീട്ടിൽ കൊണ്ടുപോയി. അവൾക്ക് അവളെ പരിപാലിക്കാൻ കഴിയും. അല്പസമയത്തിനകം അവന്റെ ബോസ് കിഡ്നാപ്പറുടെ സ്ഥാനം അഴിച്ചു. ഒരു നിമിഷം പോലും കളയാതെ അവൻ കാർ ഓടിച്ച് കിഡ്നാപ്പറുടെ വീട്ടിലെത്തി. വാതിൽ തകർത്ത് അവൻ അലറി, "എന്റെ മകളെവിടെ?" എന്നാൽ അവിടെ ഉണ്ടായിരുന്ന മയക്കുമരുന്നു ഡീലർ ആകെ ആശയക്കുഴപ്പത്തിലായിരുന്നു. "ഞാൻ ഇന്ന് വീട്ടിന് പുറത്തു പോയിട്ടില്ല," അയാൾ പറഞ്ഞു. പക്ഷേ ആ കൊലയാളി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. "നിനക്ക് 5 സെക്കൻഡ് സമയമുണ്ട്, കുട്ടിയെ തിരികെ തരൂ," അവൻ പറഞ്ഞു. 5 സെക്കൻഡ് കഴിഞ്ഞിട്ടും പ്രതികരണം ലഭിക്കാഞ്ഞപ്പോൾ എന്തെങ്കിലും ബന്ധം കിട്ടുമോ എന്ന പ്രതീക്ഷയിൽ അവൻ ആ ഫോട്ടോ മുന്നിൽ വെച്ചു. പക്ഷേ തനിക്കിതിൽ പങ്കില്ലെന്ന് അയാൾ ആവർത്തിച്ചു പറഞ്ഞു. ഇപ്പോൾ അവൻ കൂടുതൽ അസ്വസ്ഥനായി. അപ്പോഴാണ് ഒരു പേര് അവന്റെ മനസ്സിൽ വന്നത്. അവൻ ഒരു നിമിഷം പോലും വൈകാതെ നേരെ തന്റെ ബോസിന്റെ അടുത്തേക്ക് പോയി. അവനെ നിർബന്ധിച്ച് കാറിൽ കയറ്റി ഇരുവരും ബോസിന്റെ മരുമകന്റെ വീട്ടിലെത്തി. കൊലയാളിയുടെ മുഖത്തെ ദേഷ്യം കണ്ട് ബോസ് പറഞ്ഞു, "വിഷമിക്കേണ്ട, ഞാനെല്ലാം കൈകാര്യം ചെയ്തോളാം. നീ അബദ്ധമൊന്നും കാണിക്കരുത്." പക്ഷേ അവനത് കേൾക്കാൻ തയ്യാറായില്ല. അവൻ വാതിൽ തുറന്നതും ഒരു കൊടുങ്കാറ്റ് പോലെ മുറിയിലേക്ക് പാഞ്ഞു കയറി. കയ്യിലുണ്ടായിരുന്ന തോക്കുയർത്തി വെടിയുതിർത്തു. അടുത്ത നിമിഷം മുറി മുഴുവൻ നാശത്തിൽ മുങ്ങി.